ഓർമ്മകൾക്ക് മരണമില്ല, എത്ര സത്യമാണ്. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം പൂക്കോട്ടുംപാടം സീറ്റക്കില് എൻ്റെ കൂടെ വർക്ക് ചെയ്ത സാറന്മാരും അവിടെ പഠിച്ച കുട്ടികളെയും വീണ്ടും കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദര ദിവസമാണിന്ന്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞങ്ങൾ നിന്നുള്ളത് നിലമ്പൂരിലെ പൂക്കോട്ടുംപാടം എന്ന സ്ഥലത്തുള്ള കതിരിലാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചത്. ഓർമ്മകളെ താലോലിക്കുന്ന, സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു. दिल तो यही चाहे तेरा और मेरा हो जाए मुकम्मल ये अफसाना, हर मुश्किल आसान हो जाती मैं और तुम गर हम हो जाते, मैं और तुम गर हम हो जाते। कितने हंसी आलम हो जाते मैं और तुम गर हम हो जाते, मैं और तुम गर हम हो जाते। സൂര്യലോകമണി ഹൂറുൽ നിസാനിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുൾ അഹ്ലിങ്ങളെ, സൂര്യലോകമണി ഹൂറുൽ നിസാനിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുൾ അഹ്ലിങ്ങളെ, ആരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ആരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. സംഗ്രത പമകരി തങ്കത്തുങ്ക തത്തിങ്കിണതിങ്കൃത തിമികിടമേളം തകതം ധരി സരിഗമ തക്കട സത്തത്തിങ്കിണ തിംതിമി തളങ്കൃത താളം. സംഗ്രത പമകരി തങ്കത്തുങ്ക തത്തിങ്കിണതിങ്കൃത തിമികിടമേളം തകതം ധരി സരിഗമ തക്കട സത്തത്തിങ്കിണ തിംതിമി തളങ്കൃത താളം. മഹിൽ മഹാസീനെന്ന് മഹിമയിഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മിസ്രിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളിരാജാത്തി, ഇശക്കടലിൻ്റെ മോസ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ് നബിയിൽ നിറഞ്ഞല്ലോ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ആകെ ചുറ്റുലകത്തിലെ മെത്തനകത്തൊരു കത്തനമായി തിരുവിത്തരമൊത്തരമുത്ത നബിയുള്ള ജന്മദിനൂറ്
മുഹമ്മദ് രാഗിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കൊളി മുക്കിയ മക്കനകർക്ക് രചിക്ക ഹബീബല്ലാ. ആകെ ചുറ്റുലകത്തിലെ മെത്തനകത്തൊരുകത്തനമായി തിരുവിത്തൊരു മത്തൊരു മുത്തുന പെയ്യുന്ന ജന്മദിനൂറ് മുഹമ്മദ് രാഗിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കൊളി മുക്കിയ മക്കനകർക്ക് രചിക്ക ഹബീബല്ലാ.
ജസ്റ്റ് പേര് പേര് പറ. എൻ്റെ പേര് ഹമീദ്, വീട് മുണ്ടേരിയാണ്. പിന്നെ 2010, 11, 12 ആണെന്ന് തോന്നുന്നു. ഓക്കെ. മൾട്ടിമീഡിയ ഫാക്കൽറ്റി ആയിരുന്നു. കുഴപ്പമില്ല, നല്ല വൈബായിരുന്നു. 2-2.5 വർഷത്തോളം ജിടെക്കിലുണ്ടായിരുന്നു. നല്ല ഓർമ്മകളാണ്. ഇപ്പോൾ മക്കള് എത്ര? 2 ആളുണ്ട്. എവിടെ വർക്ക് ചെയ്യണം ഇപ്പോൾ? ഇപ്പോൾ കുട്ടിപ്പാറ ഫർണിച്ചറിൽ അക്കൗണ്ടൻസ് മാനേജറായിട്ട്. താങ്ക് യു. പേരെന്തായിരുന്നു? മുനീറ. ജിടെക്കിൽ പഠിച്ചിട്ടുണ്ട്. ഇനി വീട് മൈലമ്പാറയാണ്. 2 കുട്ടികളാണ്. ഹാപ്പി. വെരി ഗുഡ്. എൻ്റെ പേര് ഷമീറ. ഞാൻ ചുള്ളിയോടുന്ന വരുന്നത്. അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ജിടെക്കിൽ പഠിച്ച ഒരുപാട് നല്ല ഓർമ്മകളും പിന്നെ എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. താങ്ക് യു. എൻ്റെ പേര് നുസ്രത്ത്. ജിടെക്കിൽ പഠിച്ചിരുന്നു. വീട് എവിടെയാ? വീട് ചുള്ളിയോട്. എന്താണ് ജിടെക്കിലെ നല്ല ഓർമ്മകളുണ്ടോ? എല്ലാം നല്ല ഓർമ്മകളായിരുന്നു. ഒരു മോളാണുള്ളത്. താങ്ക് യു. ഞാൻ ജിടെക്കിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നെസ്റ്റോലാണ്. ജിടെക്കിൽ ഇപ്പം ഇങ്ങനെ ഒരു മീറ്റപ്പ് നടത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവരും കാണാൻ പറ്റിയതിൽ. പിന്നെ ജിടെക്കിൽ ഉണ്ടായിരുന്ന കാലത്ത് നല്ലൊരു ഓർമ്മ പങ്കുവെക്കും. എന്താണ് ജിടെക്കിലുള്ള ടൈമിൽ വർക്ക് ചെയ്തത് മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന ടൈമിലൊക്കെ നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മക്കള്? 2 മക്കളുണ്ട്. താങ്ക് യു. എൻ്റെ പേര് മഞ്ജു. ജിടെക്കിൽ അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾ, ഒരു 14 വർഷത്തിന് ശേഷം എല്ലാവരെയും കാണാൻ സാധിച്ചു. വളരെ സന്തോഷം. ഓക്കെ. ഇപ്പോൾ ഫാമിലിനെ കുറിച്ച് പറയൂ. ഫാമിലി, ഹസ്ബൻഡ് ഇപ്പം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. മോളുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പം ഞാൻ പൂക്കോട്ടുംപാടം റോയൽ ഡെന്റലിൽ ഡെന്റൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഹാപ്പി ലൈഫാണ്. താങ്ക് യു. അതെ, നല്ല ഓർമ്മകളുണ്ട്. നല്ലൊരു ചോദ്യമാണ് നമ്മുടെ മഞ്ജു മിസ് ചോദിച്ചത്. ജിടെക്കിലുള്ള കാലത്ത് എന്തൊക്കെയായിരുന്നു ഓർമ്മ? ഞാൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ജിടെക്കിനെ കുറിച്ച് അറിയുന്നത്. ആദ്യം ഞാൻ ജിടെക്കിൽ കോഴ്സ് എടുത്തു, ജിടെക് പാണ്ടിക്കാടിൽ. പിന്നെ അവിടെയുള്ള ജുനൈദാണ് എന്നോട് പറയുന്നത്, എൻ്റെ പൂക്കോട്ടുംപാടം ജിടെക് സെയിലിന് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫീൽഡായിട്ട് വലിയ ടച്ച് ഒന്നുമില്ല. ഞാൻ വേറെ ഫീൽഡിലായിരുന്നു, മാർക്കറ്റിംഗ് കാര്യങ്ങളായിട്ട് ഗൾഫിൽ ചെയ്തിരുന്നു. അങ്ങനെ വന്നു, എടുത്തു. ആദ്യ കാലഘട്ടങ്ങളൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിരുന്നു. പിന്നീട് കുട്ടികളൊക്കെ പഠിക്കാൻ എറണാകുളം, ഇതേപോലെ ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ നമ്മുടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. എങ്കിൽ പോലും ജിടെക്കിൽ എന്ത് സമ്മാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് നല്ല ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അമീർ സാറ്, സമീറ, മഞ്ജു മിസ്, മുനീറ, അമ്പിളി, അങ്ങനെ ഒത്തിരി ഇത് നമ്മുടെ പ്രോഗ്രാമിന് കുറച്ചാളെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒരുപാട് കുട്ടികളെ, അതേപോലെ നമ്മളെ ജിടെക്കിൽ നിന്ന് പഠിക്കുമ്പോൾ ചെറിയ കുട്ടികൾ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ അവരിന്ന് പഠിച്ച് വലിയ നിലയിലെത്തിയപ്പോൾ, പ്രത്യേകിച്ച് അലന്, അഖില്, അങ്ങനെയുള്ള ആളുകൾ, അവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വലിയ അഭിമാനമുണ്ട്. നമ്മളൊരു നിമിത്തം, നമ്മൾ നടന്നു പോകുന്ന കാൽപാദങ്ങൾ നമ്മൾ പതിച്ചു വെക്കണം. അതിൻ്റെ ഒരു ഓർമ്മയാണ് നമ്മൾ ഇന്നിവിടെ ഒരു 14-15 വർഷം കണ്ട് വീണ്ടും കണ്ടുമുട്ടാനുള്ള കാരണം. ഇതൊരു ഭാഗ്യമാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഇതിൽ വരാനും പങ്കെടുക്കാനും പറ്റില്ല. ഞാൻ ഒരുപാട് സ്നേഹിച്ച ആളുകളുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. പ്രത്യേകിച്ച് ചില കുട്ടികളോട് നമുക്ക് കൂടുതൽ ഇതുണ്ടാവില്ല, അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ വരെ ഇന്നിവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നിവിടെ വന്നത് 10 പേരാണെങ്കിലും വലിയ സന്തോഷമുണ്ട്. ജീവിതം അടിപൊളിയാണ്, ഹാപ്പിയാണ്. അന്നും ഇന്നും ഒരേപോലെയാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. വലിയ മോളിപ്പോൾ ഹോമിയോ ഡോക്ടറാകാൻ പഠിക്കുകയാണ്, ഫൈനൽ ഇയർ ആണ്. 2ാമത്തെ ആൾ ആൺകുട്ടിയാണ്, ഡിഗ്രി കഴിഞ്ഞ് PSC കോച്ചിങ്ങിന് പോവുകയാണ്. 3ാമത്തെ ആൾ പെൺകുട്ടിയാണ്, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിട്ട് 20+1 പോവുകയാണ്. പോരെ?